മറിയം ബീവി റളിയല്ലാഹു അൻഹയെ കെട്ടിച്ചിട്ടില്ല. മറിയം ബീവിനെ കല്യാണം കഴിച്ചിട്ടില്ല. എന്താ കാരണം? മുഹമ്മദ് നബിക്ക് വേണ്ടിയിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. മറിയം ബീവി റളിയല്ലാഹു അൻഹയെ നബി തങ്ങൾ സ്വർഗത്തിൽ വെച്ച് കല്യാണം കഴിക്കും. അതിനെയാണ് തൃക്കല്യാണം എന്ന് പറയുന്നത്. സ്വർഗത്തിലെ ഏറ്റവും മനോഹരമായ രംഗമായിരിക്കും മറിയം ബീവി റളിയല്ലാഹു അൻഹയെ നബി തങ്ങൾ കല്യാണം കഴിക്കുന്നത്. കൂട്ടത്തിലൊരു കാര്യം പറയാം. കുടുംബജീവിതം ശേഷം പറയണം എന്ന് പറഞ്ഞു എന്നോട്. ഒക്കെ പറയാനേ. കുടുംബജീവിതത്തിലെ ഏറ്റവും വലിയ മാതൃകയും മുഹമ്മദ് നബി തന്നെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യത്തെ പുതിയാപ്പള ആദം നബിയാണ് അലൈഹിസ്സലാം. ആദ്യത്തെ പുതിയ ഹവ്വാ ബീവിയാണ് റളിയല്ലാഹു അൻഹ. അപ്പോ ലോകത്ത് എന്തെല്ലാം സംഭവിച്ചോ അതൊക്കെ അപ്പൊ കുടുംബജീവിതം അതിൻ്റെ ഇടയിൽ പറയാന്ന് പറഞ്ഞിരുന്നു. ലോകത്തെ ആദ്യത്തെ പുതിയാപ്പള ആദം നബിയാണ്. ആദ്യത്തെ പുതിയ ഹവ്വാ ബീവിയാണ്. ഒരു കല്യാണം സ്വർഗത്തിൽ വെച്ചിരുന്നു. പന്തൽ സ്വർഗാണ്. ബിരിയാണിക്ക് നേതൃത്വം ജിബ്രീൽ അലൈഹിസ്സലാമാണ്. നിക്കാഹിന് അല്ലാഹു തആല നേരിട്ടാണ്. അവസാനത്തെ കല്യാണം സ്വർഗത്തിലാണ്. അതിനാണ് നബി തങ്ങളുടെ തൃക്കല്യാണം എന്ന് പറയുന്നത്. ഇതിന്റെ ഇടയിൽ അല്ലറ ചില്ലറ കല്യാണങ്ങളൊക്കെ ഉണ്ട്. അതാണ് നമ്മളെ കല്യാണം. സത്യത്തിൽ ഈ കല്യാണം എടുക്കില്ലെന്നറിയോ? സ്വർഗത്തേക്കുള്ളതാണ്. എവിടെ പറഞ്ഞു? യാസീൻ സൂറത്തിൽ പറഞ്ഞു. സ്വർഗത്തിൽ എല്ലാവരും പുതിയാപ്പിളയും പുതിയണ്ണുമാണ് എന്ന് യാസീനിലുണ്ട്. ഹും വ അസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ ലഹും ഫിയാ ഫാഖിഹത്തുൻ വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. ഹും അവരും വ അസ്വാജുഹും അവരുടെ ഇണകളും ഫീ ളിലാലിൻ മരത്തിന്റെ ചോട്ടിലെ അലൽ അറായികി അരീക്കത്ത് എന്ന കട്ടിലിന്മേൽ മുത്തഖിഊന ചാരിയിരിക്കുന്നവരായിരിക്കും. ലഹും അവർക്കുണ്ട് ഫിഹാ അതിൽ ഫാഖിഹത്തുൻ ഐസ്ക്രീം വലഹും മാ യദ്ദഊൻ അത് കഴിഞ്ഞാൽ ഓർഡർ ചെയ്യുന്ന സാധനങ്ങള്. അതന്നെ ഫാഖിഹത്ത് എന്നുള്ളതിന് ഐസ്ക്രീം എന്ന് ഞാൻ അർത്ഥം വെച്ച. എന്താ കാരണം? മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സാധനത്തിനാണ് ഫാഖിഹത്ത് എന്ന് പറയാം. അപ്പൊ സ്വാഭാവികമായിട്ടും മരത്തിന്റെ ചോട്ടിലെയും ചാരിയ കട്ടിലും ഇങ്ങനെ ഇരുന്നാൽ പിന്നെ വേണ്ടത് ഐസ്ക്രീം ആണല്ലോ. അതുകൊണ്ട് അങ്ങനെ വെച്ചാൽ അത് നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടാൻ നിൽക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് ഈ സ്ഥലം മനസ്സിലായില്ല, അതാ പ്രശ്നം. ഇത് പാർക്കാണ്. മരത്തിന്റെ ചോട്ടിൽ ചാരി ഇരിക്കണ കട്ടിൽ എവിടെയുള്ളത്? പാർക്കിലാണ്. അതാണ് സ്വർഗത്തിൽ പറഞ്ഞത്. നിങ്ങൾ എന്താ അറിയാത്ത മാതിരി? നിങ്ങൾ പാർക്കിൽ പോയിട്ടില്ലേ? പാർക്ക് ചെന്ന എന്താ കാണാറ് നിങ്ങള്? മരങ്ങൾ, അതിന്റെ താഴെ കട്ടിലുകൾ, അതിന്റെ താഴെ ഒരാണ് ഒരു പെണ്ണ്, ഒരാണ് ഒരു പെണ്ണ്, ഒരാണ് ഒരു പെണ്ണ്, ഒരാണ് ഒരു പെണ്ണ്. സ്വന്തം ഉണ്ടാവും, വാടക കൊടുന്നതും ഉണ്ടാവും. കയ്യിൽ ഐസ്ക്രീം. അത് കഴിഞ്ഞാൽ പിന്നെ ഓർഡർ ചെയ്യണ സാധനങ്ങള്, ചെവിയിൽ ഇയർഫോണ്. ഇതാണ്. ഇതൊക്കെ ഈ പറഞ്ഞതിലുണ്ട്. ആ പറഞ്ഞൊക്കെ ഇതിലുണ്ട്. ഇന്ന് നോക്കിക്കോളി നിങ്ങൾ. 6 എണ്ണാണ്. 6 ഇതിലുണ്ട്. ഹും വ അസ്വാജുഹും ജോഡി ഫീ ളിലാലിൻ മരത്തിന്റെ ചോട്ടിലെ അലൽ അറായികി അരീക്കത്തി എന്ന കട്ടിലിന്മേൽ മുത്തഖിഊന ചാരിയിരിക്കും. ലഹും അവർക്കുണ്ട് ഫീഹാ അതിൽ ഫാഖിഹത്തുൻ പഴങ്ങൾ വലഹും മാ യദ്ദഊൻ അത് കഴിഞ്ഞാൽ ഓർഡർ ചെയ്യുന്ന വസ്തുക്കൾ. സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം റബ്ബുർ റഹീമായ അല്ലാഹുവിങ്കൽ നിന്ന് സലാം സലാം എന്ന വർത്തമാനം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും. അതാണ് ഇയർഫോണ്. ഈ പറഞ്ഞ എല്ലാ സാധനവും ഉണ്ട്. പക്ഷെ ലോകത്തെ ഏത് പാർക്കാണെങ്കിലും മൂത്രയിക്കാൻ പുറത്ത് കൊണ്ടുവരും. ഇരുന്നിട്ട് പറ്റൂലല്ലോ. എത്ര വില കൂടിയ പാർക്കാണെങ്കിലും 500 റുപ്യന്റെ ടിക്കറ്റ് എടുത്തതാണെങ്കിലും 200 മൂത്രയിക്കാൻ പറ്റൂല, പോണം പുറത്തേക്ക്. എന്നാൽ സ്വർഗത്തിൽ അതിനും പോണ്ട. സ്വർഗാവകാശികൾക്ക് മൂത്രമില്ല, സ്വർഗാവകാശികൾക്ക് മലമില്ല, സ്വർഗാവകാശികൾക്ക് മൂത്രമില്ല. സ്വർഗാവകാശിയുടെ മൂക്കിൽ മൂക്കട്ടയില്ല, വായിൽ ഉമിനീരില്ല, ചെവിയിൽ ചെവിക്കായമില്ല, കണ്ണിൽ കണ്ണുനീരില്ല, വെറുക്കപ്പെടുന്ന ഒന്നുമില്ല. ശരീരത്തിന് വിയർപ്പില്ല. വിയർക്കും എപ്പോഴെന്നറിയോ? വിയർപ്പ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് വിയർക്കുമെന്നുണ്ട്. രാവിലെയും വൈകുന്നേരവുമാണ് സ്വർഗത്തിലെ ഔദ്യോഗിക ഭക്ഷണം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് വിയർക്കും. ആ വിയർക്കുന്നതോടുകൂടി കഴിച്ച ഭക്ഷണം ആമാശയത്തിന്റെ ഭാഗമായി മാറും. അപ്പൊ തന്നെ ദഹിക്കും. ആ വിയർപ്പിന് കസ്തൂരിയേക്കാൾ സുഗന്ധമുണ്ടായിരിക്കും എന്നാണ്. കസ്തൂരി എന്ന് പറഞ്ഞാല് നമ്മള് ഉണ്ടല്ലോ, മിസ്ക് എന്ന് പറയുന്നതാണ് കസ്തൂരി. അതായത് നമ്മള് അത്തർ കടയിൽ ചെന്നിട്ട് ഏറ്റവും വില കൂടിയ പിന്നെ അത്ര ഏതേക്കാരം മിസ്ക് ആയിരിക്കും. അതെന്താ കാരണം വെച്ചാൽ അതിൽ കസ്തൂരി കൂട്ടിയതല്ല, കസ്തൂരി അതിന്റെ അടുത്ത് കൂടെ ബസ്സിന് പോയതേക്കാരം.
KSRTC കയറിങ്ങാണ്ട് കസ്തൂരി അതിന്റെ അടുത്ത് കൂടെ എങ്ങനെയാണ് പോയിട്ടുണ്ടാവുള്ളൂ. അതാണ് ഏറ്റവും വില കൂടിയത്. 6000 ചതുരശ്ര കിലോമീറ്റർ ആണ് കസ്തൂരിയുടെ വാസന. കസ്തൂരിയേക്കാൾ വാസന എന്ന് പറഞ്ഞാൽ എത്ര, അത് കണക്കാക്കാൻ കഴിയൂല. അങ്ങനെയാണ്. ആ ഇരിങ്ങൽ കോട്ടക്കൽക്ക് എങ്ങനെയാ പോകാന്ന് ചോദിച്ച ഒരാളോടെന്ന് വിചാരിച്ചോളി, 2 കിലോമീറ്റർ ഉണ്ട്, പിന്നെ കുറച്ചും കൂടി ആണ്ട് പോകാണ്ട് എന്ന് പറഞ്ഞാലേ 2 കിലോമീറ്റർ വണ്ടിയുടെ മീറ്ററിൽ നോക്കിയാൽ കിട്ടും. പിന്നത്തെ കുറച്ചുണ്ടല്ലോ, പോയാലും ഒത്തൂല. അങ്ങനെ കരാം. കസ്തൂരിയേക്കാൾ വാസന എന്ന് പറഞ്ഞാൽ കണക്കാക്കാൻ കഴിയില്ല. കസ്തൂരിയുടെ വാസന എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാകുമായിരുന്നു. അതുകൊണ്ട് സ്വർഗാവകാശിയുടെ വിയർപ്പിന് കസ്തൂരിയേക്കാൾ വാസനയുണ്ടാകുമെന്നാണ്. ലോകത്തെ ഏറ്റവും വാസനയുള്ള വസ്തുവാണ് പറഞ്ഞിട്ടുള്ളത് കസ്തൂരി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അങ്ങനെയാണ്. അപ്പൊ അവിടെ അതിന്റെ വിശദീകരണങ്ങള്, ഒന്ന് ഹും വഅസ്വാജുഹും, അവരും അവരുടെ ഇണകളും എന്ന് പറഞ്ഞുകൊടുത്ത് എല്ലാ തഫ്സീറിലും പറഞ്ഞിട്ടുണ്ടാവും ഭൂമിയിൽ അതേ ഭാര്യയാകുന്നു, ഭൂമിയിൽ അതേ ഭർത്താവാകുന്നു എന്ന്. ഇവിടെ നിന്നുള്ള അതേ ഭാര്യയാണ്, അതേ ഭർത്താവാണ് സ്വർഗത്തില്. അപ്പൊ എന്തിനാ കല്യാണം? സ്വർഗത്തിൽ സ്പീഡാവാനാണ്. അവിടെ ചെന്നിട്ട് പിന്നെ പെണ്ണെറിഞ്ഞ് നടക്കുക പറഞ്ഞാല് അതൊരു ബുദ്ധിമുട്ട്. അവിടെ പെൺകെട്ടേരോട് ഉണ്ടാവില്ല. അതിനാണ് സത്യത്തിൽ. പക്ഷെ നമുക്കത് ഇങ്ങനെ മനസ്സിലായിട്ടില്ല. അതാ പ്രശ്നം. വയസ്സായ ആര് പറഞ്ഞപ്പോ എന്താ വെച്ചാൽ ഇതിപ്പോ ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോട്ടെ. ഇതിങ്ങനെ കഴിഞ്ഞു പോവുകയല്ല, അത് തുടങ്ങാൻ നിൽക്കണുള്ള പരിപാടി. ഒരിക്കലും ഭാര്യയും ഭർത്താവുമായുള്ള ജീവിതം ദുന്യാവിലേക്കല്ല, അത് ആഖിറത്തിലേക്കാണ്. അത് സ്വർഗത്തിലേക്കുള്ള ഒരുക്കമാണ്. സ്വർഗത്തിൽ എല്ലാവരും ഇണകളാണ്. 1,24,000 അമ്പിയാക്കൾ അള്ളാഹു തആല പറഞ്ഞയച്ചിട്ടുണ്ട് ഭൂമിയിലേക്ക്. വേറെ അഭിപ്രായത്തിൽ 2,24,000 അമ്പിയാക്കൾ വന്നിട്ടുണ്ട്. അതിൽ ഈസ നബി അലൈഹിസ്സലാം ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ കല്യാണം കഴിച്ചിട്ടുണ്ട്. മഹാനായ സയ്യിദുനാ ഈസ അലൈഹിസ്സലാം ഖിയാമത്ത് നാളിന്റെ മുന്നോടിയായി ഭൂമിയിലേക്ക് ഇറങ്ങി വരുമെന്നും കല്യാണം കഴിക്കുമെന്നും ജീവിക്കുമെന്നും മക്കളുണ്ടാകുമെന്നും വഫാത്തായി മദീനയിലെ റൗദ ഷരീഫിന്റെ അടുക്കൽ മറവ് ചെയ്യുമെന്നുമാണ് താരീഖിലുള്ളത്. അതോടുകൂടി 1,24,000 അമ്പിയാക്കളും കല്യാണം കഴിച്ചവരാവും. അമ്പിയാക്കളുടെ ചര്യ നിർവഹിക്കുക, സ്വർഗപ്രവേശനം എളുപ്പമാക്കുക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ വർദ്ധിപ്പിക്കുക എന്നതൊക്കെയാണ് യഥാർത്ഥത്തിൽ കുടുംബജീവിതം എന്ന് പറഞ്ഞാല്. അല്ലാതെ തട്ടിമുട്ടിഞ്ഞിപ്പോ ഇങ്ങനെയൊക്കെ കഴിച്ചു പോട്ടെ എന്നല്ല. തട്ടിമുട്ടിയിട്ട് പോയാലൊന്നും പറ്റൂല. ഈ 3 കാര്യമാണ്. ഒന്ന്, സ്വർഗത്തിലേക്കുള്ള ഒരുക്കമാണ് വിവാഹം. അവിടുന്ന് തുടങ്ങിയത്, അവിടെയാണ് അവസാനിക്കുന്നത്. സ്വർഗത്തിലേക്കുള്ള ഒരുക്കമാകുന്നു വിവാഹം. വൈവാഹിക ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കുള്ള സവാബും സ്വർഗത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാ കാര്യത്തിനും. മൻ തസവ്വജ ലില്ലാഹി തവ്വജല്ലാഹു ലഹു താജൽ മലികി ഹബീബുനാ റസൂലുള്ളാഹി. ആരെങ്കിലും അല്ലാഹുവിന് വേണ്ടി കല്യാണം കഴിച്ചാൽ അവന് നാളെ സ്വർഗത്തിൽ വെച്ച് രാജാവിന്റെ കിരീടം ധരിപ്പിക്കുന്നതാണ് എന്ന് മുഹമ്മദ് നബി. വിവാഹത്തിന്റെ സവാബ് മൊത്തം പറഞ്ഞത് സ്വർഗത്തിലാണ്. അതുകൊണ്ട് കുടുംബജീവിതം സ്വർഗത്തിലേക്കുള്ള ഒരുക്കമാണ് എന്ന് മനസ്സിലാക്കുക. അതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. കുടുംബജീവിതത്തിലും മാതൃക മുത്തുനബി തന്നെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം.